ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ അനിയത്തി ഒരിക്കലും എന്നെ കൊല്ലാൻ വേണ്ടി ആർക്കും പണം കൊടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്റെ അനിയത്തിയെ കുറ്റക്കാരിയായിട്ട് കോടതി കാണരുത്. പ്രിയങ്ക ഇവർക്ക് പണം കൊടുക്കുന്ന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നു? അറിയാമായിരുന്നു. ആർക്ക്? എന്റെ ചേച്ചി രാധികയ്ക്ക്. ബഹുമാനപ്പെട്ട കോടതി, ഈ പ്രതി പറയുന്നത് പച്ചക്കള്ളമാണ്. ദുർഘടം പിടിച്ച ഒരു സീനിന്റെ ഒരുക്കങ്ങളിൽ നിന്നിരുന്ന രാധികയ്ക്ക് ഈ പണം കൊടുക്കുന്നത് അറിയാമായിരുന്നു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പക്ഷേ ആ സത്യം വിളിച്ചു പറയാൻ, തന്റെ അനുജത്തിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ രാധിക നേരിട്ട് കോടതിയിൽ ഹാജരായാലോ? അതൊരിക്കലും സംഭവിക്കില്ല. സംഭവിക്കും. ബഹുമാനപ്പെട്ട കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് രാധികയ്ക്ക് അവസരം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാധിക, പ്ലീസ് കം. പോലും പ്രിയങ്കയെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. നിസ്സാര തെറ്റല്ലല്ലോ പ്രിയങ്ക ചെയ്തത്. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അവള്. പിന്നെ എന്തിനാ അവളെ രക്ഷിക്കുന്നേ? അവളെ നിയമം ശിക്ഷിച്ചോട്ടെ. അച്ഛനും അത് തന്നെയാ പറയുന്നേ. എന്നെ കൊല്ലാൻ നോക്കിയതുകൊണ്ട് കോടതി അവളെ ശിക്ഷിക്കട്ടെ എന്ന്. മാഡം, ആ അച്ഛന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്. വഴിന്ന് കിട്ടിയ അനാഥ കുട്ടിയായി എനിക്ക് വേണ്ടി സ്വന്തം മകളെ തള്ളി പറയുന്നത്. ഇത്ര സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളോട് അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യത എനിക്കില്ലേ? മോളെ, എന്റെ പ്രിയയെ രക്ഷിക്കണം. അവളെ രക്ഷിച്ചു കൊണ്ടുപോയി അച്ഛന്റെ മുന്നിൽ നിർത്തണം. ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. മോളെ, എത്ര നന്നായിട്ടാ നീ ആളുകളോട് പെരുമാറുന്നത്. മറ്റുള്ളവരുടെ വിഷമം ഇല്ലാതാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നീ പറഞ്ഞത് ശരിയാ. ദേവനാരായണൻ തിരുമേനിയോട് നിനക്ക് മാത്രമല്ല, എനിക്കുണ്ട് കടപ്പാട്. നീ എന്റെ മോളല്ലേ. നിന്നെ വളർത്തി വലുതാക്കിയ ആളോട് ആ നന്ദിയും കടപ്പാടും എനിക്ക് ഉണ്ടാവണ്ടേ? മോളെ പേടിക്കണ്ട. പ്രിയങ്കയെ നമുക്ക് രക്ഷിക്കാം. ഏറ്റവും നല്ലൊരു വക്കീലിനെ തന്നെ അമ്മ ഏർപ്പാടാക്കി തരാം. പിന്നെ പ്രിയങ്കയ്ക്ക് അനുകൂലമായി മോളുടെ മൊഴിയും കൂടി വരുമ്പോൾ അത് കോടതി മാനിക്കും. പ്രിയങ്കയെ വെറുതെ വിട്ടോളൂ. മോളെ,
ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കണം. അത് ഈ അമ്മയുടെ സ്വപ്നം. ഇവർ രണ്ടുപേരും പണം ആവശ്യപ്പെട്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സഹായമാണെങ്കിൽ അത് ചെയ്തോളാൻ ഞാനും അവളോട് പറഞ്ഞു. എന്റെ അനിയത്തി ഒരിക്കലും എന്നെ കൊല്ലാൻ വേണ്ടി ആർക്കും പണം കൊടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്റെ അനിയത്തിയെ കുറ്റക്കാരിയായിട്ട് കോടതി കാണരുത്. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളുടെ മേൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വിചാരണ നടന്നപ്പോൾ നിങ്ങൾ വന്ന് ഇക്കാര്യം പറഞ്ഞില്ല? അത് വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ കിടപ്പിലായിരുന്നു. പ്രിയ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് നേരിട്ട് കോടതിയിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചു. യുവർ ഓണർ, ഇതാണ് വാസ്തവമെന്നിരിക്കെ എങ്ങനെയാണ് എന്റെ കക്ഷി പ്രിയങ്ക ഈ കേസിൽ പ്രതിയാവുന്നത്? നിർഭാഗ്യവശാൽ സെന്റ് മാസ്റ്റർ രവീന്ദ്രനും അയാളുടെ തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നത്തിൽ അറിയാതെ ചെന്ന് കുടുങ്ങുകയായിരുന്നു എന്റെ കക്ഷി പ്രിയങ്ക. അതുകൊണ്ട് രാധികയുടെ മൊഴി പൂർണ്ണ ബോധ്യത്തിലെടുത്ത് അനുകൂലമായ ഒരു തീരുമാനം പ്രിയങ്കയ്ക്കുണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ.